മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കമ്പനി കോർപ്പറേഷൻ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റൊക്കെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പനി കോർപ്പറേഷനിലേക്ക് നടന്ന അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് തുടങ്ങിയ സത്യയിലേക്ക് നേരത്തെ നടന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു ക്യാഷ് ഡിസ്കൗണ്ട് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു ക്യാഷ് ഡിസ്കൗണ്ട്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിസ്കൗണ്ട് ഓൺ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, ഇറ്റ് ഈസ് ഡിസ്കൗണ്ട് ഓൺ പ്രൈസ് അറ്റ് സെയിൽസ്, ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഗിവൺ ഇൻ ക്യാഷ്, ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഇൻ ഫേസ് വാല്യൂ. 4 ഓപ്ഷനും അവിടെ ഉണ്ട്. ഇപ്പോൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ് അതിൻ്റെ ഒരു ആൻസർ എന്താണ്, അല്ലെ ഈ 4 ഓപ്ഷനകത്ത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണെന്ന് പറഞ്ഞ് വെറുതെ പോവുകയല്ല. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അതിനകത്ത് എന്തായാലും 4 ഓപ്ഷൻ കാണും. ഒരു ഓപ്ഷനായിരിക്കും എന്തായാലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ബാക്കി 3 ഓപ്ഷൻ എന്താണെന്നും അല്ലെങ്കിൽ ബാക്കി 3 ഓപ്ഷനുമായിട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ബന്ധപ്പെട്ട വസ്തുക്കളും കൂടി ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ക്യാഷ് ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാഷ് ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കൗണ്ട് എന്താണെന്ന് അറിയണം. എന്താണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് നമ്മൾ പറഞ്ഞാൽ നോർമലി നമുക്ക് പറയാം ഇറ്റ്സ് എ ഡിഡക്ഷൻ ഇൻ പ്രൈസ് ഓർ എമൗണ്ട്. ഡിസ്കൗണ്ട് മീൻസ് ഡിഡക്ഷൻ ഇൻ പ്രൈസ് ഓർ എമൗണ്ട്. പ്രൈസിലോ എമൗണ്ടിലോ ഉള്ള ഡിഡക്ഷൻ, ആ കുറവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചിരിക്കുക. ഡിസ്കൗണ്ട് മീൻസ് ദ ഡിഡക്ഷൻ, കുറവ്. ഡിസ്കൗണ്ട് മീൻസ് ദ ഡിഡക്ഷൻ ഇൻ പ്രൈസ്, ഡിഡക്ഷൻ ഇൻ പ്രൈസ് ഓർ എമൗണ്ട്. പ്രൈസിലോ എമൗണ്ടിലോ ഉള്ള കുറവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിനെ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോർമലി ഉള്ള ഡിസ്കൗണ്ടിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. പക്ഷെ ഡിസ്കൗണ്ടിനെ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഡിസ്കൗണ്ടിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൽ ഒന്നാണ് ഏത് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട്. ഇപ്പോൾ ഡിസ്കൗണ്ട് 2 ടൈപ്പ് ഉണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്. അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഗുഡ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, ഗുഡ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ ബയറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. എപ്പോഴാണെന്ന് ആ സന്ദർഭം ഓർത്ത് വെച്ചിരിക്കുക. ഗുഡ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഗുഡ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ ബയറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട്, അതിൻ്റെ ഗുഡ്സിൻ്റെ പ്രൈസിൽ സെല്ലർ ബയറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട്. സെല്ലറും ബയറുമാണ് അവിടെ വരുന്നത്. സെല്ലർ ബയറിന് കൊടുക്കുന്ന ആ ഡിസ്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ പോയിട്ട്, ഷോപ്പിൽ പോയിട്ട് 50,000 റുപ്പീസ്, 50,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. 50,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയപ്പോൾ അവരൊരു 2,000 രൂപ കുറച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ 48,000 റുപ്പീസ് പേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ 2,000 രൂപ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട്. ആ എമൗണ്ടിൽ അവർ പറഞ്ഞ അല്ലെങ്കിൽ ആ പ്രൈസിൽ അവർ തന്ന ആ ഒരു കുറവ്, അതാണ് ഏത് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്. ഗുഡ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, ഗുഡ്സ് പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്, ദ സെല്ലർ ഗിവ് എ ഡിസ്കൗണ്ട് ടു ദ ബയർ. സെല്ലർ ബയറിന് നൽകുന്ന ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ഡെപ്റ്ററിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്രെഡിറ്റർ ഡെപ്റ്ററിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടാനുള്ളയാൾ, ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ക്യാഷ് തരാനുള്ള ആളാണ്. ഇപ്പോൾ എനിക്ക് ഒരു വ്യക്തി ഒരു 5,000 റുപ്പീസ് തരാനുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നു, നീ എനിക്കൊരു 5,000 രൂപ കുറച്ച് തന്നാൽ മതി, ഇപ്പോൾ ബാക്കി 4,500 രൂപ നീ എനിക്ക് തന്നാൽ മതി. ആ ഡിസ്കൗണ്ടാണ് ഏത് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, പേയ്മെൻറ്റ് കിട്ടാതെ മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്.
പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഈ ഓപ്ഷനകത്ത് നിന്ന് ഏതാണ് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് എന്നാൽ ഡിഡക്ഷൻ ഇൻ പ്രൈസാണ്. 2 ടൈപ്പ് ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെല്ലർ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ സെല്ലർ ബയറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്? ക്രെഡിറ്റർ ഡെപ്റ്ററിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഏത് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാ ഓപ്ഷൻ എ കണ്ടോ? ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഓൺ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, പേയ്മെൻറ്റ് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ഏത് ഡിസ്കൗണ്ട്? അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അത് തന്നെയാണ് ആൻസർ. നേരത്തെ ഞാൻ മേളിൽ പറഞ്ഞ ഓർമ്മയില്ലേ, മുടങ്ങി കിടക്കുന്ന ഒരു പേയ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ഈ താരങ്ങൾ 4 ഓപ്ഷനകത്ത് ക്യാഷ് ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഏത് തന്നെയാണ്? ഓപ്ഷൻ എ തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഓൺ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ഒരു പേയ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു എമംഗ് ദ ഫോളോവിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ടേം മാർക്കറ്റിംഗ് മയോപ്പിയ? Who among the following is associated with the term marketing myopia? അപ്പോൾ താഴെ ഒരു 4 ആൾക്കാരുടെ പേര് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 4 പേരിൽ ആരാണ് ഈ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അതാ ഇവിടെ ഒരു വാക്ക് നമുക്കുണ്ട്, മാർക്കറ്റിംഗ് മയോപ്പിയ. അപ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയണം? എന്താണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്നറിയണം. മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു ഫേം, ഒരു സ്ഥാപനം ഫോക്കസസ് ഓൺ സെയിൽസിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സെയിൽസിന് വേണ്ടി മാത്രം അവർ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുന്നു. ആൻഡ് ഇഗ്നോറിങ് ഓൾ അതർ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം. ആ ഫേമിൻ്റെ ബാക്കി എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ ആ ലക്ഷ്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് സെയിൽസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാർക്കറ്റിംഗ് മയോപ്പിയ. ഇതൊരു ഇന്നബിലിറ്റിയാണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മയോപ്പിയ ഫോക്കസസ് ഓൺലി ഓൺ സെയിൽസ്. എന്തിൽ മാത്രമേ അവർ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ? സെയിൽസിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഫോക്കസസ് ഓൺലി ഓൺ സെയിൽസ്. സെയിൽസിന് മാത്രമാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കിയുള്ള ആ ഫേമിൻ്റെ ബാക്കിയുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സും, ബാക്കിയുള്ള എല്ലാ ലോങ് ടേം ഒബ്ജക്റ്റീവ്സും തള്ളിക്കൊണ്ട് സെയിൽസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മയോപ്പിയ. അപ്പം ഒരു ഫേമിൻ്റെ, അതായത് കൺസ്യൂമേഴ്സിൻ്റെ നീഡോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ അപ്രീസിയേഷനോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏതിന് മാത്രം? സെയിൽസിന് മാത്രം. എങ്ങനെയെങ്കിലും വിൽപ്പന വർദ്ധിപ്പിക്കണമെന്നുള്ള ഒറ്റ എയിം മാത്രം, അല്ലെങ്കിൽ സെയിൽസിന് മാത്രമേ അവർ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പോൾ സെയിൽസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മയോപ്പിയ. ഇനി നമ്മുടെ ചോദ്യം, ഈ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്ന ടേമുമായിട്ട് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണെന്നാണ്. ആൻസർ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, തിയോഡർ ലെവിറ്റ്. മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? തിയോഡർ ലെവിറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1960 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റ്, ഒരു ബുക്ക്. ആ ബുക്കിൻ്റെ പേരും എന്തെന്ന് തന്നെയാണ്? മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേമുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? തിയോഡർ ലെവിറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1960 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ബുക്ക്, ആ ബുക്കിൻ്റെ പേര്, ടെക്സ്റ്റിൻ്റെ പേരും എന്ത് തന്നെയാണ്? ടെക്സ്റ്റിൻ്റെ പേര് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് തന്നെയാണ്. ആ ബുക്കിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 1960 ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി നോക്കാം, ഈ ഓപ്ഷനകത്ത് ബാക്കി 3 പേരുണ്ട്. ടെയ്ലർ, ഓപ്ഷൻ എ ടെയ്ലർ ആരാണ്? അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെയ്ലർ ആരാണ്? ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ടെയ്ലർ, FW ടെയ്ലർ, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആരും നമുക്ക് എന്ത് ആൻസർ പറയാം? FW ടെയ്ലർ അല്ലെങ്കിൽ ടെയ്ലർ നമുക്ക് ആൻസർ പറയാം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അല്ലാതെ എക്സ്ട്രാ കിട്ടി, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കുണ്ട്, ഓപ്ഷൻ ബി, ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നയാൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 80ഓളം പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരു ഓഥർ മാത്രമാണ് ആര്? ഫിലിപ്പ് കോട്ട്ലർ. ഏതാണ്? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്.
മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 80ഓളം പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരു വ്യക്തി മാത്രമാണ് ആര്? ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത്. മറ്റേ നമ്മുടെ ഓപ്ഷൻ സി ഉണ്ട്, മൂന്നാമത്തെ ഓപ്ഷൻ കണ്ട ഹെൻറി ഫോർഡ്. ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, ഫൗണ്ടർ ഓഫ് ദ ഫോർഡ് മോട്ടോർ കമ്പനി. ഫോർഡ് കമ്പനിയുടെ ഫൗണ്ടറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഹെൻറി ഫോർഡ്. അപ്പോൾ നമ്മളിവിടെ പ്രധാനപ്പെട്ട 2 കാര്യം നമ്മളിവിടെ പറഞ്ഞു. മാർക്കറ്റിംഗ് മയോപ്പിയ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സെയിൽസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന അവസ്ഥയാണ് മാർക്കറ്റിംഗ് മയോപ്പിയ. ആ ടൈമുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു, തിയോഡർ ലെവിറ്റ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഏത് തന്നെയാണ്? മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് തന്നെയാണ്. അത് പബ്ലിഷ് ചെയ്ത വർഷം ഞാൻ പറഞ്ഞു 1960. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നു, ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രൈസിംഗ് സ്ട്രാറ്റജി the marketer charge maximum price on introducing a new product. ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമുക്കൊരു ഹൈ പ്രൈസ് അല്ലെങ്കിൽ മാക്സിമം പ്രൈസ് ആ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രൈസിംഗ് സ്ട്രാറ്റജി ദ മാർക്കറ്റർ ചാർജ് മാക്സിമം പ്രൈസ് ഓൺ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ എപ്പോഴാണ് അതിനൊരു മാക്സിമം പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നത്? മാക്സിമം പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാകാൻ കരുതുന്നത്. ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് ഒരു മാക്സിമം പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് മെത്തേഡിലാണ് എന്നാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അതിൽ ഓപ്ഷൻ എ കണ്ടോ, പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതല്ലല്ലോ നമ്മുടെ ആൻസർ. പെനട്രേഷൻ പ്രൈസിങ് മെത്തേഡിൽ ചാർജ് ചെയ്യുന്ന പ്രൈസ് ഏതാണ്? ലോവസ്റ്റ് പ്രൈസ്. ചോദിച്ചിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിന് മാക്സിമം പ്രൈസ് ചാർജ് ചെയ്യാൻ കഴിയുന്ന പ്രൈസിങ് സ്ട്രാറ്റജി ഏതാണെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്ഷൻ ബി ഉണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഗോയിങ് പ്രൈസ് ആണ്. ഗോയിങ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഗോയിങ് പ്രൈസ് സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? പെനട്രേഷൻ പ്രൈസിംഗ് ആണ്. ആ പെനട്രേഷൻ പ്രൈസിംഗ് എന്താണ് ഞാൻ പറഞ്ഞു, ഏത് പ്രൈസാണ്? ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കും നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. ഇനി ഓപ്ഷൻ ബി എന്താണ്? ഗോയിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ എത്രയാണോ ആ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഏതാ? ഈ ഗോയിങ് പ്രൈസ് സ്ട്രാറ്റജി. അപ്പോൾ അതുമല്ലല്ലോ നമുക്ക് വേണ്ടത് എന്താ? ഒരു പ്രോഡക്റ്റിന് നമ്മൾ പുതുതായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പ്രോഡക്റ്റിന് മാക്സിമം പ്രൈസ് ചാർജ് ചെയ്യാൻ കഴിയുന്ന പ്രൈസിങ് സ്ട്രാറ്റജി ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? പെനട്രേഷൻ പ്രൈസിങ്. അതല്ല, അവിടെ നമ്മൾ ഏത് പ്രൈസ് ഉപയോഗിക്കുന്നത്? ലോവസ്റ്റ് പ്രൈസാണ് ഉപയോഗിക്കുന്നത്. ഗോയിങ് റേറ്റ് പ്രൈസിങ് അല്ലെങ്കിൽ ഗോയിങ് പ്രൈസ് അതുമല്ല, കാരണം അവിടെ ഏത് വാല്യൂ ആണ്? മാർക്കറ്റ് വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇവിടെ സ്കിംഡ് പ്രൈസിങ് കൊണ്ടാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഏറ്റവും മാക്സിമം പ്രൈസ് ഒരു പ്രോഡക്റ്റിന് ഏറ്റവും മാക്സിമം പ്രൈസ് ചാർജ് ചെയ്യാൻ കഴിയുന്ന പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ഏത് സ്ട്രാറ്റജി? സ്കിംഡ് പ്രൈസിങ് സ്ട്രാറ്റജി. ഒരു ന്യൂ പ്രോഡക്റ്റ്, ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യാൻ നമുക്ക് പല സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ ഓപ്ഷൻ എ നമ്മൾ പറഞ്ഞ എന്താണ്? പെനട്രേഷൻ പ്രൈസിംഗ് ആണ്. അവിടെ ഏത് പ്രൈസ് ചാർജ് ചെയ്യാൻ പാടുള്ളൂ? ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി കണ്ട ഗോയിങ് പ്രൈസ് ആണ്. ഗോയിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ എത്രയാണോ ആ മാർക്കറ്റ് വാല്യൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നത്? നമ്മുടെ പുതിയ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുമല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി നമ്മുടെ ആൻസർ ഉണ്ട്. ഏതാണ്? സ്കിംഡ് പ്രൈസിംഗ് എന്ന് പറയും. ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അതിന് ആ മാക്സിമം പ്രൈസ് ചാർജ് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജി ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? സ്കിംഡ് പ്രൈസിംഗ് ആണ്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പ്രൊഡക്ട്സ് ആൻഡ് ഐറ്റംസ് ദാറ്റ് എ സെല്ലർ ഓഫേഴ്സ് ടു സെൽ. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അതിൻ്റെ ഓപ്ഷനിൽ നിന്ന് പറയാൻ കഴിയുന്ന മാക്സിമം ഇൻഫർമേഷൻസ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പ്രോഡക്ട്സ് ആൻഡ് ഐറ്റംസ് ദാറ്റ് എ സെല്ലർ ഓഫേഴ്സ് ടു സെൽ. അതായത് ഒരു സെല്ലർ വിൽക്കാൻ ശ്രമിക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെ എല്ലാം കൂടെ സെറ്റിനെ അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഡാഷ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പ്രോഡക്ട്സ് ആൻഡ് ഐറ്റംസ് ദാറ്റ് എ സെല്ലർ ഓഫേഴ്സ് ടു സെൽ. ഒരു സെല്ലർ വിൽക്കാൻ ശ്രമിക്കുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ആ ഒരു കോമ്പിനേഷനെ, ആ ഒരു മിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ഈ നാലാമത്തെ ചോദ്യത്തിനകത്ത് ഒരു PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നോർമലി ഒന്നും അറിയാൻ മേത്ര ആൾക്കും സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കൂട്ടമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്ക് ഇവിടെ ഉണ്ട്, ഏതാ? മിക്സ്. നമ്മുടെ ആൻസർ ഏതാണ്? പ്രോഡക്റ്റ് മിക്സ് ആണ്. അപ്പോൾ ഒരു സെല്ലറിന് അയാൾ വിൽക്കാൻ ശ്രമിക്കുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാം കൂടെ ആ ഒരു സെറ്റിനെ, ആ ഒരു കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോഡക്റ്റ് മിക്സ്. പ്രോഡക്റ്റ് മിക്സ് എന്നാണ് നമ്മളതിനെ പറയുന്നത്, പ്രോഡക്റ്റ് മിക്സ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ മറ്റൊരു വാക്കുണ്ട്, പ്രോഡക്റ്റ് ലൈൻ. പ്രോഡക്റ്റ് ലൈൻ. പ്രോഡക്റ്റ് ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് അണ്ടർ എ സെയിം ബ്രാൻഡ്. നമ്പർ ഓഫ് പ്രോഡക്ട്സ് അണ്ടർ എ സെയിം ബ്രാൻഡ്. ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിലുള്ള ഒരുപാട് പ്രോഡക്ട്സ് കാണും. ഇപ്പോൾ പെപ്സി ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ കോള ഒരു ബ്രാൻഡ്, അതിൻ്റെ അണ്ടറിൽ വേറെ കുറേ പ്രൊഡക്ട്സ് കാണും. അല്ലെങ്കിൽ കാഡ്ബറി, നെസ്ലെ, ഇതെല്ലാം ഒരു ബ്രാൻഡാണ്, അതിൻ്റെ അണ്ടറിൽ ഒരുപാട് പ്രൊഡക്ട്സ് കാണും. അപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ആ പ്രോഡക്ട്സിൻ്റെ നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതാ? പ്രോഡക്റ്റ് ലൈൻ. നമ്പർ ഓഫ് പ്രോഡക്ട്സ് അണ്ടർ എ സെയിം ബ്രാൻഡ്, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോഡക്റ്റ് ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. പ്രോഡക്റ്റ് ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ഓപ്ഷൻ ഡി കണ്ട, പ്രോഡക്റ്റ് വിത്ത്. പ്രോഡക്റ്റ് വിത്ത്. ഈ പ്രോഡക്റ്റ് ലൈനിൻ്റെ എണ്ണമാണ് പ്രോഡക്റ്റ് വിത്ത്. പ്രോഡക്റ്റ് ലൈനിൻ്റെ, അതായത് നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈനാണ് എന്ത് നമ്മൾ പറയുന്നത്? പ്രോഡക്റ്റ് വിത്ത് നമ്മൾ പറയുന്നത്. അതുപോലെ പ്രോഡക്റ്റ് ലെങ്ത്. പ്രോഡക്റ്റ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ പ്രോഡക്റ്റ് മിക്സിലുള്ള പ്രോഡക്റ്റുകളുടെ എണ്ണമാണ് എന്ത്? പ്രോഡക്റ്റ് ലെങ്ത്. നമ്മൾ ഓപ്ഷൻ ബി, നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ ഇതാണ്, പ്രോഡക്റ്റ് മിക്സ്. നമ്മുടെ ആൻസർ എന്താണ്? പ്രോഡക്റ്റ് മിക്സ്. ആ പ്രോഡക്റ്റ് മിക്സിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടോ ആ പ്രോഡക്റ്റിൻ്റെ എണ്ണമാണ് എന്ത്? പ്രോഡക്റ്റ് ലെങ്ത്. ഇതിനാലുമാണ് ഇവിടുത്തെ നമ്മുടെ ഓപ്ഷൻസ്. നമ്മുടെ ആൻസർ ഏതാണ്? പ്രോഡക്റ്റ് മിക്സ് ആണ്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് മിക്സ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പ്രോഡക്ട്സ് ആൻഡ് ഐറ്റംസ് ദാറ്റ് എ സെല്ലർ ഓഫേഴ്സ് ടു സെൽ. ഒരു സെല്ലർ വിൽക്കാൻ ശ്രമിക്കുന്ന ഇയാളുടെ കൈവശമുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ആ ഒരു സെറ്റിനെ അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് അതിനെയാണ്. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. അഞ്ചാമത്തെ ചോദ്യം കണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡു നോട്ട് അണ്ടർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡു നോട്ട് അണ്ടർ 4 P's സജസ്റ്റഡ് ബൈ ദ മെക്കാർത്തി. Which of the following do not under the 4 P's suggested by മെക്കാർത്തി. മെക്കാർത്തി എന്ന് പറയുന്ന ആൾ ഒരു 4 P's കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 4 P's, 4 P, 4 P, 4 P. ഒരു ഫേമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഫേമോ അല്ലെങ്കിൽ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മെക്കാർത്തി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4 P's അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 P. ആ 4 P എന്ന് പറയുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ്. 4 Pയിലെ ഒരു P എന്താണ്? പ്രോഡക്റ്റ്. രണ്ടാമത്തെ P എന്ന് പറയുന്നത് പ്രൈസ്. രണ്ടാമത്തെ P എന്താണ്? പ്രൈസ്. മൂന്നാമത്തെ P എന്ന് പറയുന്നത് പ്ലേസ്, പ്രൊഡക്ഷൻ നടക്കുന്ന പ്ലേസ്. നാലാമത്തെ P എന്ന് പറയുന്നത് പ്രൊമോഷൻ. നാലാമത്തെ P എന്ന് പറയുന്നത് എന്താണ്? പ്രൊമോഷൻ. നാലാമത്തെ P എന്താണ്? പ്രൊമോഷൻ. ഇപ്പം മെക്കാർത്തി എന്ന് പറയുന്ന വ്യക്തി കോട്ട് ചെയ്ത 4 P, 4 P ഏതൊക്കെയാണ്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ? അവിടെ പ്രൊമോഷൻ അവിടെ ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, പ്ലേസ് ഉണ്ട്. പെർഫെക്ഷൻ. മെക്കാർത്തി കോട്ട് ചെയ്തതിനകത്ത് ഏതില്ല? പെർഫെക്ഷൻ എന്ന് പറയുന്ന P ഇല്ല. അപ്പം മെക്കാർത്തിയുടെ 4 P'ക്കകത്ത് വരുന്ന ഏതൊക്കെയാണ്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. മെക്കാർത്തി എന്ന് പറയുന്ന വ്യക്തിയും 1960 ഒരു ടെക്സ്റ്റ്, ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
ആ പുസ്തകത്തിൻ്റെ പേര്, ആ പുസ്തകത്തിനകത്താണ് ഈ 4P എന്ന് പറയുന്നത് 4P ഏതൊക്കെയാണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹവും അതിൻ്റെ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്ത ഇയറാണ് ഏതായി 1960 എന്ന് പറയുന്നത്. മാനേജീരിയൽ അപ്രോച്ച് എന്നാണ് ടെക്സ്റ്റിൻ്റെ പേര്, മാനേജീരിയൽ അപ്രോച്ച്. മെക്കാർത്തി എന്ന് പറയുന്ന വ്യക്തി 1960 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് എന്ത്, മാനേജീരിയൽ അപ്രോച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്തുമാത്രം ഡേറ്റ അല്ലെങ്കിൽ എന്തുമാത്രം നോളജ് കിട്ടുന്നു എന്ന് നോക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ എന്താ, ഇപ്പം 4P സജസ്റ്റ് ചെയ്ത ആരാ, അതൊരു ക്വസ്റ്റ്യനാണ്. 4P സജസ്റ്റ് ചെയ്ത ആരാ, മെക്കാർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 4P ഏതൊക്കെയാ, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ പെടാത്ത ഏതാണെന്ന് ചോദിച്ചാലോ പെടുന്ന ഏതാണെന്ന് ചോദിച്ചാലോ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അപ്പോൾ ഈ 4P ഏതൊക്കെയാണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്, മാനേജീരിയൽ അപ്രോച്ച്. അത് പബ്ലിഷ് ചെയ്തത് 1960. അപ്പോൾ 5 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 6ാമത്തെ ചോദ്യം വന്നു, നമുക്ക് നോക്കാം. Which of the following concept says that the consumers will favor those products that are available widely at low cost? Which of the following concept says that the consumers will favor those products that are available widely at low cost? Available widely, low cost. മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതിന് കോസ്റ്റ് കുറവാണെങ്കിൽ കൺസ്യൂമേഴ്സ് അത് പർച്ചേസ് ചെയ്യുമെന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണെന്നാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ധാരാളം ഉണ്ട്, സപ്ലൈ ഒരുപാടുണ്ട്, മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് ധാരാളമുണ്ട്, അതിൻ്റെ കോസ്റ്റും കുറവാണ്, ചിലവും കുറവാണ്. അപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റ് പ്രിഫർ ചെയ്യും, ആ പ്രോഡക്റ്റ് വാങ്ങുമെന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ് എന്നാണ് ഇതിനകത്ത് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻസ് കുറവായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ എക്സ്പെൻസ് കുറഞ്ഞിരുന്നുകൊണ്ട് എക്സ്പെൻസ് കുറവ്, അല്ലെങ്കിൽ അതൊരു കോസ്റ്റ് കുറവ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കുറവ്, പക്ഷേ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ കൺസ്യൂമേഴ്സ്, അപ്പോൾ നമ്മളൊരു സാധനം വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങുന്നു എന്നുള്ള അർത്ഥം. ഒരു പ്രോഡക്റ്റിന് വില കുറവാണ്, ആ പ്രോഡക്റ്റ് ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ടെന്നാണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റ് തന്നെ പ്രിഫർ ചെയ്യും, പർച്ചേസ് ചെയ്യുമെന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഏത് കൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. അതാണ് ക്വസ്റ്റ്യനും കണ്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺസെപ്റ്റ് സേസ് ദാറ്റ് ദ കൺസ്യൂമേഴ്സ് വിൽ ഫേവർ ദോസ് പ്രോഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ വൈഡ്ലി അറ്റ് ദ ലോ കോസ്റ്റ്. മാർക്കറ്റിൽ ഏറ്റവും വൈഡായിട്ട് അവൈലബിൾ ഉള്ള ലോ കോസ്റ്റ് ഉള്ള പ്രോഡക്ട്സ് കൺസ്യൂമേഴ്സ് ഫേവർ ചെയ്യുമെന്ന് പറയുന്ന കൺസെപ്റ്റ്, നമ്മുടെ ആൻസർ ഏത് കൺസെപ്റ്റാണ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ്. ഇവിടെ ബാക്കി ഒരു 3 കൺസെപ്റ്റുകൾ വേറെയുണ്ട്. സെല്ലിംഗ് കൺസെപ്റ്റ്, പ്രോഡക്റ്റ് കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അഡ്വർടൈസിങ്, അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ടെക്നിക്കും സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റാണ് ഏതാ, സെല്ലിംഗ് കൺസെപ്റ്റ്. അടുത്തതാണ് പ്രോഡക്റ്റ് കൺസെപ്റ്റ്. അത് ഒരു പ്രൊഡക്ഷൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ ഡിസ്ക്രിപ്ഷനും ലഭ്യമാകുന്ന ഒരു കൺസെപ്റ്റാണ് ഏത് കൺസെപ്റ്റ്, പ്രോഡക്റ്റ് കൺസെപ്റ്റ്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് അറ്റ് ആൻ ഏർലി സ്റ്റേജ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഏർലി സ്റ്റേജിൽ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും അവൈലബിൾ ആകുന്ന കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോഡക്റ്റ് കൺസെപ്റ്റ്. അതുപോലെ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, അത് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. 4 കൺസെപ്റ്റുകൾ ഇവിടെയുണ്ട്. ഇവിടെ നമ്മുടെ ആൻസർ എന്താ, മാർക്കറ്റിൽ വൈഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലോ കോസ്റ്റ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് കൺസെപ്റ്റാണ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മുടെ 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 7ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇൻ ABC analysis of stock control, which of the following is true with regards to C category goods? സ്റ്റോക്കിനെ ചിലപ്പോഴൊക്കെ പല ക്വസ്റ്റ്യനകത്തും അവർ സ്റ്റോക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് ഇൻവെന്ററി എന്നായിരിക്കും. രണ്ടും ഒരേ മീനിങ്ങിലേക്ക് എടുത്താൽ മതി, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി. ABC അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, അനലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഏത്, ABC അനാലിസിസ്. സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിനുള്ള
ഒരു മെത്തേഡ് മാത്രമാണ് ഏതാ ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ABC അനാലിസിസിൽ സ്റ്റോക്കിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ABC അനാലിസിസിൽ സ്റ്റോക്കിനെ, ഒരു ഫേമിലിരിക്കുന്ന സ്റ്റോക്കിനെ 3 കാറ്റഗറി ആയിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ A എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇതിൽ വരുന്നത്. A എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ചിലവ് കൂടിയ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇതിനകത്ത് വരുന്നത്, Aയിൽ വരുന്നത്. അതുകൊണ്ട് അവിടെ വളരെ വലിയ കൺട്രോളായിരിക്കും, സ്ട്രിക്റ്റ് കൺട്രോളായിരിക്കും ഇവിടെ A എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് സ്റ്റോക്ക് വരുന്നതാ? ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഏത്? A. അവിടെ കൺട്രോൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. B എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് എക്സ്പെൻസ്, ഒരു ശരാശരി ചിലവ്, അല്ലെങ്കിൽ ഒരുപാട് കുറവല്ല ഒരുപാട് കൂടുതലുമല്ലാത്ത എക്സ്പെൻസുകളുള്ള, അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സാണ് ഏതിനകത്ത് വരുന്നത്? ഈ B എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് കൺട്രോൾ ആയിരിക്കും? മോഡറേറ്റ് കൺട്രോൾ ആയിരിക്കും. ആ ഗുഡ്സിനകത്ത് വരുന്നത് എന്ത് കൺട്രോളാണ്? മോഡറേറ്റ് കൺട്രോൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്തായിരിക്കും ഓപ്ഷൻ സി? ലോ എക്സ്പെൻസ് ലോ ആയിട്ടുള്ള, ചെലവ് കുറഞ്ഞ, അല്ലെങ്കിൽ എക്സ്പെൻസ് ലോ ആയിട്ടുള്ള ഗുഡ്സ് സ്റ്റോക്ക് ഇരിക്കുന്നതാണ് ഏതാ? 3ാമത്തെ കാറ്റഗറി C. അവിടെ ഇരിക്കുന്ന C എന്ന് പറയുന്നിടത്തിരിക്കുന്ന, അല്ലെങ്കിൽ C എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് വരുന്ന എല്ലാ എക്സ്പെൻസ് കുറഞ്ഞ സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അവിടുത്തെ കൺട്രോൾ എന്ത് കൺട്രോളായിരിക്കും? ലൂസ് കൺട്രോളായിരിക്കും. കൺട്രോൾ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം കൺട്രോൾ കുറയാൻ കാരണം എന്താ? അവിടെ ഇരിക്കുന്ന ഗുഡ്സ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്റ്റോക്കിന് എക്സ്പെൻസ് കുറവാണ്, ചിലവ് കുറവാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ചോദിച്ചേക്കുന്നത് എന്താ? C കാറ്റഗറി ഗുഡ്സ്. താഴെ പറയുന്നതിനകത്ത് C കാറ്റഗറി ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണെന്നാണ്. അതാണ് ഓപ്ഷൻ D, ദേ ഹാവ് ലൂസ് കൺട്രോൾ. C കാറ്റഗറി ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട എന്താണെന്നാണ് ചോദ്യം. C കാറ്റഗറി ABC അനാലിസിസിൽ C കാറ്റഗറി ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണെന്നാണ് ചോദ്യം. അവൻ പറഞ്ഞു വേണ്ട, ദേ ഹാവ് ലൂസ് കൺട്രോൾ. എന്ത് കുറവായിരിക്കും? കൺട്രോൾ കുറവായിരിക്കും. ABC അനാലിസിസിൽ സ്റ്റോക്കിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ A എന്ന് പറയുന്നത് എക്സ്പെൻസ് കൂടിയ സ്റ്റോക്ക്, അതുകൊണ്ട് അവിടെ കൺട്രോൾ കൂടുതലായിരിക്കും. അപ്പോൾ ആ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് കൺട്രോൾ കൂടുതലായിരിക്കും. B എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള, രണ്ടിൻ്റെയും മിഡിൽ നിൽക്കുന്ന മോഡറേറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സാണ് എവിടെ വരുന്നത്? Bയിൽ വരുന്നത്. അപ്പോൾ അവിടുത്തെ കൺട്രോളും മോഡറേറ്റ് കൺട്രോൾ ആയിരിക്കും. C എന്ന് പറഞ്ഞാൽ വളരെ ലോ എക്സ്പെൻസീവ് ആയിട്ടുള്ള, ചെലവുകൾ വളരെ കുറഞ്ഞ ഗുഡ്സ് ആയിരിക്കും ഇതിൽ വരുന്നത്, Cയിൽ വരുന്നത്. അപ്പോൾ അവിടുത്തെ കൺട്രോൾ എന്ത് കൺട്രോളാണ്? ലൂസ് കൺട്രോളാണ്. അപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഈ കോസ്റ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ, കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അവിടെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഏത്? ABC അനാലിസിസ്. A എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവ് ഗുഡ്സ്, B എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് എക്സ്പെൻസീവ് ഗുഡ്സ്, C എന്ന് പറഞ്ഞാൽ ലോ എക്സ്പെൻസീവ് ഗുഡ്സ്. A എന്ന് പറയുമ്പോൾ അവിടെ കൺട്രോൾ കൂടുതൽ, B എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്, C എന്ന് പറഞ്ഞാൽ ലൂസ് കൺട്രോൾ. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടിയല്ലോ. ABC അനാലിസിസിൽ C കാറ്റഗറി ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ദേ ഹാവ് ലൂസ് കൺട്രോൾ. നമുക്ക് അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 8ാമത്തെ ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് വർക്കേഴ്സ് വേജ് അണ്ടർ ഹാൽസി പ്രീമിയം പ്ലാൻ? ഇത് നമ്മൾ കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു പ്ലാനാണ് ഹാൽസി പ്രീമിയം പ്ലാൻ. വർക്കേഴ്സിൻ്റെ വേജുമായിട്ട് ബന്ധപ്പെട്ട്, അവർക്ക് കൊടുക്കുന്ന കൂലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്ലാനാണ് ഇത് ഹാൽസി പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത്. ഒരു ഫേമിൽ ഒരു ലേബർ, ഒരു വർക്കർ, അയാൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ജോലി ചെയ്യാൻ നമ്മൾ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത സമയത്ത് അത്രയും സമയം എടുക്കാതെ അയാൾ അതിന് മുമ്പ് ആ ജോലി ചെയ്തു തീർത്താൽ അവിടെ സേവ് ചെയ്യപ്പെടുന്ന കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വർക്കർ അയാൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിന് മുൻപേ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ അയാൾ സേവ് ചെയ്ത സമയം എത്രയാണോ ആ സമയത്തിൻ്റെ ഏതെങ്കിലും ഒരു റേറ്റ് വെച്ച് ഒരു വേജ് കൂടി ആ എംപ്ലോയിക്ക്, ആ വർക്കറിന് കൊടുക്കണമെന്ന് പറയുന്ന പ്ലാനാണ് ഏത്? ഹാൽസി പ്രീമിയം പ്ലാൻ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾ ഒരു വർക്കറിന് വർക്ക് ചെയ്യാൻ അനുവദിച്ച് കൊടുത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുൻപ് അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ
അയാൾ മൂലം സേവ് ചെയ്യപ്പെടുന്ന ഒരു സമയമില്ലേ, അയാൾ മൂലം സേവ് ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിന് ഒരു സാലറി കൂടി അല്ലെങ്കിൽ ഒരു വേജ് കൂടി ആർക്ക് കൊടുക്കണം, ഈ എംപ്ലോയി. കാരണം അയാൾ മൂലമാണ് ആ ടൈം അവിടെ സേവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അയാൾ മൂലം സേവ് ചെയ്യപ്പെട്ട ആ സമയത്തിൻ്റെ ആ ടൈമിൻ്റെ റേറ്റ് എത്രയാണോ അത് വെച്ചിട്ട് അയാൾക്ക് അഡീഷണൽ ആയിട്ട് എന്ത് ഒരു ബോണസ് വേജസ് കൂടെ കൊടുക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാൽസി പ്രീമിയം പ്ലാൻ. ഹാൽസി പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു വർക്കറിന് നമ്മൾ അലൗ ചെയ്ത് കൊടുത്ത ടൈം അലൗഡ്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അയാൾക്ക് നമ്മൾ അലൗ ചെയ്ത് കൊടുത്ത സമയം 48 hours ആണെന്നിരിക്കട്ടെ. 48 hours, 48 മണിക്കൂറാണ്. ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ആ വർക്കറിന് നമ്മൾ കൊടുത്ത സമയം എത്രയാണ്? 48 hours ആണ്. ഇനി ടൈം കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ എടുത്ത സമയം, ടൈമല്ല, വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ എടുത്ത സമയം എത്ര മണിക്കൂറേ ഉള്ളൂ? 26 hours ഉള്ളൂ. അയാൾക്ക് ജോലി ചെയ്യാൻ നമ്മൾ 48 മണിക്കൂർ സമയം കൊടുത്തു. ആ വർക്കറിന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ 48 മണിക്കൂർ സമയം കൊടുത്തു. പക്ഷേ 26 മണിക്കൂർ കൊണ്ട് അയാൾ എന്ത് സേവ് ചെയ്തു? 26 മണിക്കൂർ കൊണ്ട് അയാൾ ആ വർക്ക് അയാൾ കംപ്ലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇയാൾ സേവ് ചെയ്ത ടൈം എത്രയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടും? അപ്പോൾ ഇവിടെ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളാണ്, 33.1% സാലറി അല്ലെങ്കിൽ വേജസ് അയാൾക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സേവ് ചെയ്ത സമയത്തിൻ്റെ 33.1% സാലറി അല്ല വേജസ് അയാൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. സാലറി അയാൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇവിടുത്തെ ടൈം റേറ്റ്, ഇപ്പോൾ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ ഇവിടുത്തെ ടൈം റേറ്റ് ആക്ച്വലി എത്രയോ? ടൈം റേറ്റ് എക്സാമ്പിൾ ഒരു 10 ആണെന്നിരിക്കട്ടെ. ടൈം റേറ്റ് 10 ആണെന്നിരിക്കട്ടെ. ടൈം റേറ്റ് 10 ആണ്. 1 മണിക്കൂർ ജോലി ചെയ്താൽ 10 രൂപ. ടൈം റേറ്റ് 10 ആണ്. ഇവിടെ നമുക്ക് ഇയാളുടെ വേജസ് കണ്ടുപിടിക്കണം. ശമ്പളം അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സാലറി എത്ര ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അയാൾ ടോട്ടലി വർക്ക് ചെയ്ത സമയം എത്രയാണ്? വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്ന സമയം എത്രയാണ്? 26 hours ആണ്. അപ്പോൾ 26 hours ഇൻറ്റു 10. അതുപോലെ ഇൻറ്റു അയാൾ സേവ് ചെയ്ത ടൈം, എത്ര സമയം സേവ് ചെയ്തു? 48 മണിക്കൂർ അയാൾക്ക് വർക്ക് ചെയ്യാൻ കൊടുത്തു. 48 hours നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യാൻ കൊടുത്തു? വർക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ 26 hours കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അയാൾ അവിടെ 12 hours അയാളവിടെ സേവ് ചെയ്തിട്ടുണ്ട്. 12 hours ഇൻറ്റു 10. അയാൾ സേവ് ചെയ്ത ടൈം എത്രയാണോ ആ ടൈമിന് നമ്മൾ എന്ത് കൊടുക്കണം? 10 രൂപ വെച്ച് 1 മണിക്കൂറിന് 10 രൂപ വെച്ചാൽ എന്ത് ചെയ്യണം? കൊടുക്കണം. അങ്ങനെ പറയുന്ന പ്ലാനാണ് ഏത് പ്ലാൻ? ഹാൽസി പ്രീമിയം പ്ലാൻ. അയാൾ ആക്ച്വലി വർക്ക് ചെയ്ത് എത്ര മണിക്കൂറേ ഉള്ളൂ? 26 hours ഉള്ളൂ. ആ ലേബർ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്തത് 26 മണിക്കൂറാണ്. ആ 26 മണിക്കൂറിന് അയാൾക്ക് 10 രൂപ വെച്ച് അയാൾക്ക് ഒരു വേജസ് അവിടെ കിട്ടും. അത് കൂടാതെ അയാൾ ഇവിടെ സേവ് ചെയ്ത 12 മണിക്കൂറുണ്ട്. ആ സേവ് ചെയ്ത 12 മണിക്കൂറിനും 10 രൂപ വെച്ച് അയാൾക്ക് ഇവിടെ കിട്ടും. ഇത് മാത്രമല്ല, നമ്മൾ ഇവിടെ റേറ്റ് പറഞ്ഞു ഇൻറ്റു 1/3. അപ്പോൾ ഇവിടെ ഇൻറ്റു 1/3 ആയിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് അയാൾക്ക് കിട്ടുന്ന കറക്റ്റ് വേജ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഹാൽസി പ്രീമിയം പ്ലാനിൽ ഒരു ലേബറിന് കൊടുക്കുന്ന വേജസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അയാൾ ആക്ച്വലി എടുത്ത ടൈം, വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ എടുത്ത ടൈം എത്രയാണോ, വർക്ക് കംപ്ലീറ്റ് എടുത്ത ടൈം, അതേ റേറ്റ്, അതുപോലെ തന്നെ അയാൾ ടൈം സേവ് ചെയ്ത ടൈം, അതേ ഇൻറ്റു റേറ്റ് നമുക്ക് ചെയ്യുമ്പോൾ ആ വർക്കറിന് ടോട്ടലി കിട്ടുന്ന വേജസ് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കൂട്ടിയെടുക്കാൻ പറ്റും. ഓപ്ഷൻ ഡിക്കകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ടൈം, അയാൾ ആക്ച്വലി വർക്ക് ചെയ്ത ടൈം ഇൻറ്റു റേറ്റ് പ്ലസ് അയാൾ സേവ് ചെയ്ത ടൈം ഇൻറ്റു റേറ്റ് എത്രയാണോ പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് ഇതാണ്. പക്ഷേ ഹാൽസി പ്രീമിയം പ്ലാനിൻ്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അയാൾ ആക്ച്വലി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം, ഇവിടെ ഞാൻ എക്സാമ്പിൾ പ്രകാരം എത്ര മണിക്കൂറാണ്? 26 മണിക്കൂറാണ്. അതേ ഇൻറ്റു 1 മണിക്കൂറിലേക്ക് കിട്ടുന്ന റേറ്റ് 10 രൂപ പ്ലസ് അയാൾ സേവ് ചെയ്ത ടൈം എത്ര മണിക്കൂറാണ്? 12 മണിക്കൂറാണ്. 12 ഇൻറ്റു റേറ്റ് എത്ര തന്നെ? 10 തന്നെയാണ്. പിന്നെ എത്ര ശതമാനമാണോ അത് ക്വസ്റ്റ്യൻ വരുന്ന പോലെ എത്ര ശതമാനമാണോ ഗുണിക്കാൻ നമുക്ക് എന്ത് കിട്ടും? ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അയാളുടെ കറക്റ്റ് വേജസ് കിട്ടും. ഇതപ്പോൾ ഇതങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഞാനിപ്പോൾ എഴുതിയിട്ട ഈ ആൻസർ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ എങ്ങനെയാണ്? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്, അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം, ആ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ്
ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ഇൻറ്റു പെർസെൻറ്റേജ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹാൽസി പ്രീമിയം പ്ലാനിനകത്തെ ഒരു വർക്കറിന് അവൈലബിൾ ആയിട്ടുള്ള ലഭിക്കുന്ന മാക്സിമം വേജസ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ അത് മനസ്സിലായാലും കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബാച്ച് കോസ്റ്റിംഗ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് കോസ്റ്റിംഗ്. നമ്മളിപ്പോൾ അടുപ്പിച്ച് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ഏതിനകത്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബാച്ച് കോസ്റ്റിംഗ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് കോസ്റ്റിംഗ്. എക്സ്റ്റൻഷൻ ഓഫ് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്നാണ്? ബാച്ച് കോസ്റ്റിംഗ് ഏതിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്നുള്ളതാണ് ചോദ്യം. കോസ്റ്റിങ്ങിൽ നമുക്ക് പല മെത്തേഡുകളുണ്ട്. അതിലേതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഏതിൻ്റെ എക്സ്റ്റൻഷനാണ്? ജോബ് കോസ്റ്റിങ്ങിൻ്റെ എക്സ്റ്റൻഷനാണ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സ്റ്റൻഷനാണ്? ജോബ് കോസ്റ്റിങ്ങിൻ്റെ എക്സ്റ്റൻഷനാണ്. അതുകൊണ്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉണ്ടല്ലോ, ഒരു കോൺട്രാക്ട് എടുത്ത് അത് കൺട്രോൾ ചെയ്യുന്നത് വരെ, അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാ? കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു പർട്ടിക്കുലർ ജോബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഏത് കോസ്റ്റിംഗ്? ബാച്ച് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്രോസസ് കൊണ്ട് ഒരിക്കലും അവിടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. അവിടെ പ്രോസസ്സ് 1 നടക്കുന്നു, പ്രോസസ് 2, പ്രോസസ് 3, അങ്ങനെ ഓരോരോ പ്രോസസ്സുകളായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഇല്ലേ, ഓരോ പ്രോസസ്സായിട്ട് നടക്കുന്ന ആ ഒരു ഓപ്പറേഷൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതാ? പ്രോസസ് കോസ്റ്റിംഗ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഇതെല്ലാം കോസ്റ്റിങ്ങിൻ്റെ ഓരോ രീതികളാണ്. എല്ലാം കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും കുറേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ ടൈപ്പ് കോസ്റ്റിംഗ് ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് ഇപ്പം പറഞ്ഞ ഏത് കോസ്റ്റിംഗ്? ബാച്ച് കോസ്റ്റിംഗ്. ആ ബാച്ച് കോസ്റ്റിംഗ് എന്തിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ്? ജോബ് കോസ്റ്റിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് ഏത് കോസ്റ്റിംഗ്? ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ 10ാമത്തെ ചോദ്യം. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 10ാമത്തെ ചോദ്യം, the smallest subunit of an organization where cost collection is attempted. കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ വീണ്ടും അടുത്ത ചോദ്യം, കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ, ഒരു സ്ഥാപനത്തിലെ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയ സബ് യൂണിറ്റ് ഏതാണെന്നാണ്? സബ് യൂണിറ്റ്. കോസ്റ്റ് കളക്ഷൻ. ഒരു ഓർഗനൈസേഷനിലെ, ഒരു സ്ഥാപനത്തിലെ കോസ്റ്റ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്ഥാപനത്തിലെ ഏറ്റവും ചെറിയ സബ് യൂണിറ്റ് ഏതാണ്? കോസ്റ്റ് സെൻറ്റർ. ഒരു സംശയം വേണ്ട, എന്താണ് കോസ്റ്റ് സെൻറ്റർ? ഒരു ഓർഗനൈസേഷനിലെ, അതായത് ഒരു സ്ഥാപനത്തിലെ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കോസ്റ്റ് സെൻറ്റർ ആണ്. കോസ്റ്റ് സെൻറ്റർ. അതുപോലെ എന്താണ് കോസ്റ്റ് എലമെൻറ്റ്? കോസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫേമിൽ ഉപയോഗിക്കുന്ന റിസോഴ്സസിൻ്റെ എല്ലാം കൂടെ കോസ്റ്റിന് നമ്മൾ എന്ത് പറയും? കോസ്റ്റ് എലമെൻറ്റ് എന്ന് പറയും. കോസ്റ്റ് എലമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സ്, ഒരു പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല റിസോഴ്സസുകളാണ്. അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? കോസ്റ്റ് എലമെൻറ്റ്. കോസ്റ്റ് യൂണിറ്റ്. നമ്മൾ കോസ്റ്റ് കാണിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണോ അത് മാത്രമാണ് എന്ത്? കോസ്റ്റ് യൂണിറ്റ്. ഇപ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോ യൂണിറ്റാണ്. ഇപ്പോൾ നമ്മൾ ഷുഗർ അളക്കുന്ന യൂണിറ്റ് ആയിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും അളക്കുന്ന യൂണിറ്റ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കോസ്റ്റ് പറഞ്ഞ് ചിലപ്പോൾ സെപ്പറേറ്റ് യൂണിറ്റിലായിരിക്കും. അതാണ് കോസ്റ്റ് യൂണിറ്റ്. ഇത് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ യോജിക്കുന്ന ആൻസർ ഏതാണ്? കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നാണ് ഈ പറയുന്ന ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ദാണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ഓർത്തിരുന്നാൽ മതി. കോസ്റ്റ് സെൻറ്റർ എന്താന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ഓർത്തിരിക്കുക. ദ സ്മാളസ്റ്റ് സബ് യൂണിറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വെയർ കോസ്റ്റ് കളക്ഷൻ ഈസ് അറ്റംപ്റ്റഡ്. അതായത് ഒരു ഫേമിനകത്തെ കോസ്റ്റ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഒരു സ്ഥാപനത്തിലെ കോസ്റ്റ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ചെറിയ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോസ്റ്റ് സെൻറ്റർ തന്നെയാണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു കാര്യമാണ് കോസ്റ്റ് സെൻറ്റർ. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം, നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 11ാമത്തെ ചോദ്യം, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് is related to whom of the following? സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് അല്ല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. കാരണം ബഡ്ജറ്റിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്.
നമ്മൾ ഫ്യൂച്ചറിലേക്ക് തയ്യാറാക്കി വെക്കുന്നത്, അതായത് പ്രീവിയസ് ഇയർ ഉള്ളത് ഒന്നും പരിഗണിക്കാതെ നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ളത് എല്ലാം, ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ മാത്രം കണക്ക് കൂട്ടി നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നതാണ് എന്താ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ ഒന്നും നമ്മൾ പരിഗണിക്കുന്നതേ ഇല്ല സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ. അപ്പോൾ ആ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്നുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ജിമ്മി കാർട്ടർ ആണ്. ജിമ്മി കാർട്ടർ ഇങ്ങനെ കൊടുത്തു വെച്ചിരിക്കുക, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ജിമ്മി കാർട്ടർ. ജിമ്മി കാർട്ടർ ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആരാണ്? ജിമ്മി കാർട്ടർ. ഫിലിപ്പ് കോട്ട്ലർ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 80ഓളം പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരു ഓഥർ മാത്രമാണ് ആര്? ഫിലിപ്പ് കോട്ട്ലർ. അതുപോലെ റൊണാൾഡ് റീഗൻ, അദ്ദേഹം ഒരു US പ്രസിഡന്റ് ആയിരുന്നു റൊണാൾഡ് റീഗൻ. അതുപോലെ ജെറാൾഡ് ഫോർഡ്, അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ആരാണ്? ജിമ്മി കാർട്ടർ ആണ്. ജിമ്മി കാർട്ടർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ജിമ്മി കാർട്ടർ ആണ്. ജിമ്മി കാർട്ടർ. ഇതൊക്കെ PSCയുടെ ക്വസ്റ്റ്യൻ ആണെന്ന് ഉള്ള ബോധത്തിൽ വേണം ഇരിക്കാൻ. അക്കൗണ്ട് ക്ലർക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് അസിസ്റ്റന്റ്, കമ്പനി കോർപ്പറേഷനിലേക്ക് നടന്ന ഈ അക്കൗണ്ട് ക്ലർക്ക് പോലുള്ള, ഇപ്പോൾ വിളിച്ചിട്ടുണ്ടല്ലോ അക്കൗണ്ട് അസിസ്റ്റന്റ്, അക്കൗണ്ട് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ് തുടങ്ങിയ കമ്പനി കോർപ്പറേഷനിലേക്കുള്ള ഈ തസ്തികയിലേക്ക് PSC നടത്തിയ ഒരു മുൻ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 12ാമത്തെ ചോദ്യം ഇൻ കോസ്റ്റിംഗ് ആണ്. വീണ്ടും കോസ്റ്റിംഗ്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് നോക്കിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ഇൻ കോസ്റ്റിംഗ് ദ സം ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് ഓവർഹെഡ്സ് ആർ നോൺ as കോസ്റ്റ് ഷീറ്റ്. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രകാരം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് ഓവർഹെഡ് അഥവാ ഡയറക്റ്റ് എക്സ്പെൻസസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, പ്രൈം കോസ്റ്റ്. മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫേമിൽ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡയറക്റ്റ് ആയിട്ടുണ്ടോ അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് ഡയറക്റ്റ് ലേബർ. അതല്ലാതെ വരുന്ന എല്ലാ ഡയറക്റ്റ് ഓവർഹെഡ്സും ഡയറക്റ്റ് എക്സ്പെൻസസും. ഈ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ തന്നെ മറ്റൊരു വാക്കാണ്, നമ്മൾ കോസ്റ്റുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഓവർഹെഡ്സ്. എക്സ്പെൻസ് ആണ് ഉദ്ദേശിച്ചാൽ മതി. ഇപ്പോൾ ഡയറക്റ്റ് ഓവർഹെഡ് ആണ്. അപ്പം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് ഓവർഹെഡും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് മറക്കരുത്. പ്രൈം കോസ്റ്റ് ഇറ്റ് ഈസ് എ സം ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഓവർഹെഡ് എക്സ്പെൻസും ഒരേ മീനിങ്ങിൽ എടുത്താൽ മതി. പിന്നെ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ഷീറ്റൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ഓവർഹെഡ് കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈം കോസ്റ്റ്. നമ്മുടെ അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം ഈസ് അപ്പോൾ ഒരു വാക്കുകൊണ്ടാണ് ഐഡിൽ ടൈം. ഇതും കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കാത്ത ടൈമിനെ വിളിക്കുന്ന പേരാണ് ഐഡിൽ ടൈം. അതാ കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം ഈസ്. സ്ഥാപനം വർക്കറിന് വേജസ് കൊടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു. അവിടുത്തെ ലേബേഴ്സിന് എന്ത് കൊടുക്കുന്നു? ശമ്പളം കൊടുക്കുന്നു. പക്ഷേ ആക്ച്വലി അവിടെ പ്രൊഡക്ഷൻ നടന്നിട്ടില്ല. വേജസ് എന്ത് ചെയ്യുന്നു? എംപ്ലോയിക്ക് അല്ലെങ്കിൽ ലേബറിന് എന്ത് കൊടുക്കുന്നു? വേജസ് കൊടുക്കുന്നു. വർക്കറിന് എന്ത് കൊടുക്കുന്നു? വേജസ് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. പക്ഷേ ആക്ച്വലി അവിടെ എന്തില്ല? പ്രൊഡക്ഷൻ നടന്നിട്ടില്ല. പ്രൊഡക്ഷൻ നടക്കാത്ത ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി പ്രൊഡക്ഷൻ നടന്നില്ല, പക്ഷേ അതൊരു എക്സ്പെൻസ് അല്ലേ? നമ്മൾ എന്ത് കൊടുത്തു? വേജസ് കൊടുത്തു. എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ അക്കൗണ്ട് പഠിക്കുമ്പോൾ നോർമലി റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതും. നമ്മുടെ ആൻസർ എന്താണ്? ഡെബിറ്റഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കാരണം ഇതൊരു എക്സ്പെൻസാണ്.
കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം. പ്രൊഡക്ഷൻ നടക്കാത്ത ടൈമാണ്, യാതൊരുവിധ പ്രൊഡക്ഷനും നടക്കാത്ത ടൈമാണ് ഐഡിൽ ടൈം. അപ്പോൾ ആ ഐഡിൽ ടൈമിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? വേരിയൻസ് കൊടുക്കുന്നു, എക്സ്പെൻസ് ആണ്. എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ടിൻ്റെ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം എക്സ്പെൻസ് എല്ലാം ഡെബിറ്റിലാണ് ചെയ്യുന്നത്, ഇൻകം എല്ലാം ക്രെഡിറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ദെയർ ഇസ് നോ പ്രൊഡക്ഷൻ. എന്തില്ല? യാതൊരു ഉൽപ്പാദനവുമില്ല, ഒരു പ്രൊഡക്ഷനുമില്ല. പ്രൊഡക്ഷൻ ഒന്നുമില്ലാത്ത, യാതൊരു പ്രൊഡക്ഷനും നടക്കാത്ത, യാതൊരു പ്രൊഡക്ഷനും നടക്കാത്ത ആ ഒരു ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡിൽ ടൈം. അപ്പോൾ ആ ഐഡിൽ ടൈമിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കോസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മളടുത്ത് എന്ത് ചേർത്തു? കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് അവിടെ എന്ത് പറഞ്ഞാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 13 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു. പറയുന്നത് മനസ്സിലാകുന്നതാണ് വിശ്വാസം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യം. നമ്മുടെ 14ാമത്തെ ചോദ്യം നോക്കാം. കണ്ട, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ അൺകൺട്രോളബിൾ കോസ് ഓഫ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസിൽ വേരിയൻസ് ഉണ്ടാകുമല്ലോ, ഉണ്ടാവും. അപ്പം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും. ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിലെ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസം. ഇൻഎഫിഷ്യൻറ്റ് ബൈയിങ്, കാര്യക്ഷമമല്ലാത്ത ബൈയിങ്, എമർജൻസി പർച്ചേസ്, ലോസ് ഓഫ് ഡിസ്കൗണ്ട്, ഇതെല്ലാം കുറേ ഫാക്ടേഴ്സാണ്. ഇതിനകത്ത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണ്? അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വേരിയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ഇതിനകത്ത് ഏതാണെന്നാണ്. എന്താ നമുക്ക് ഒരു സംശയമാണ്. നമുക്കറിയാം ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല, അൺകൺട്രോളബിൾ ആണ്. അപ്പം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് എന്താണ്? ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസാണ്. മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് അൺകൺട്രോളബിൾ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എപ്പോഴും എന്താണ്? അൺകൺട്രോളബിൾ ആണ്. ഓക്കെ, നമ്മുടെ 15ാമത്തെ ചോദ്യം. നമ്മുടെ 15ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സിമ്പിൾ ചോദ്യമാണ്. 2 or more products with same importance produced during a production process is known as. ഒരേ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേര്. പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒന്നേ ഉള്ളൂ, അതിനകത്ത് തന്നെ ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേര് എന്താണ്? സംശയം? ജോയിൻറ്റ് പ്രോഡക്ട്സ്. അതായത് എന്തോർത്താൽ അറിയാം? നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആലോചിച്ചാൽ മതി. പെട്രോൾ, ഡീസൽ, കെറോസിൻ, അത് ആലോചിച്ചാൽ മതി. അതെല്ലാം ജോയിൻറ്റ് പ്രൊഡക്റ്റാണ്. ഒരു പ്രോസസ്സിനകത്ത് നിന്ന് ഉണ്ടായി വരുന്നതാണ്. ആ എല്ലാ പ്രൊഡക്റ്റിനും ഒരേ ഇമ്പോർട്ടൻസാണ്. ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രോസസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാകണം. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാകുകയും വേണം. ആ പ്രൊഡക്റ്റിനെല്ലാം ഒരേ സെയിം ഇമ്പോർട്ടൻസ് ആയിരിക്കുകയും വേണം. അതാണ് ഏത് പ്രൊഡക്ട്സ്? ജോയിൻറ്റ് പ്രൊഡക്ട്സ്. നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഇതിന് എക്സാമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. അതുപോലെ ഡബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ ബ്ലഡ് പ്രഷറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ് ഏതാ? ഈ ഡബിൾ പ്രോഡക്റ്റ്. അത് വേണ്ട ചുമ്മാ ഇട്ടേക്കുന്നതാണ്. അതുപോലെ 2 പ്രോഡക്റ്റ് പ്രോസസ്സ്, 2 പ്രോഡക്റ്റ് പ്രോസസ്സ്. ബൈ പ്രോഡക്റ്റ് അറിയാമായിരിക്കുമല്ലോ. ബൈ പ്രോഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് കൂടെ ഉണ്ടാകുന്ന മറ്റൊരു ബൈ പ്രോഡക്റ്റ്. പക്ഷേ രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല. ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ്. പക്ഷേ ഈ മെയിൻ പ്രോഡക്റ്റിൻ്റെ അതേ ഇമ്പോർട്ടൻസ് ഇതിനില്ല, ബൈ പ്രോഡക്റ്റിനില്ല. പക്ഷെ ഇവിടെ ഒരു വാക്കുണ്ടാവും, സെയിം ഇമ്പോർട്ടൻസ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും സെയിം ഇമ്പോർട്ടൻസ് ആണെങ്കിൽ, ഒരേ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ എന്ത് വിളിക്കണം? ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് വിളിക്കണം. ജോയിൻറ്റ് പ്രോഡക്റ്റ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കണം? ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് വിളിക്കണം. ബൈ പ്രോഡക്റ്റ് അതല്ല. 2 പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ഒന്ന് ബൈ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ മെയിൻ പ്രോഡക്റ്റിൻ്റെ അതേ ഇമ്പോർട്ടൻസ് ഇതിന് കാണില്ല, ബൈ പ്രോഡക്റ്റിന് കാണില്ല. ഓക്കെ, ആ ചോദ്യം ഒരു എളുപ്പമുള്ള ചോദ്യമാണ്.
നമുക്കിപ്പോൾ കോസ്റ്റിംഗ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ അക്കൗണ്ട്സി അറിയാത്ത ഒരാൾക്ക് പോലും ചിന്തിച്ചാൽ എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 16ാമത്തെ ചോദ്യം. FIFO മെത്തേഡ് ഈസ് ബെസ്റ്റ് സൂറ്റഡ് വെൻ. കോസ്റ്റിംഗ് തന്നെയാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് തന്നെയാണ്. ഫിഫോ എന്താണ്? ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് എന്ത്? ഫിഫോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് എന്ത്? ഫിഫോ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആദ്യം വന്നത് ആദ്യം പോകണം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു സാധനമുണ്ട്, ലിഫോ, LIFO, ലിഫോ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അവസാനം മേടിച്ചതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കൊടുക്കണം, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പം നമ്മളൊരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു ഫാക്ടറിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി വെക്കുമല്ലോ. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും? വാങ്ങി വെക്കും. പിന്നെ വാങ്ങി വെക്കുന്നത് പല മാസങ്ങളിലോ അല്ലെങ്കിൽ പല ഡേറ്റിലോ ആയിരിക്കും. ഇപ്പോൾ ജനുവരി 1 ഒരു കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി വെച്ചാൽ ചിലപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് എപ്പോഴായിരിക്കും? ജനുവരി 15 ഇപ്പോൾ ജനുവരി 1 നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽസ് വാങ്ങി. അതുകൂടാതെ ജനുവരി 15 വീണ്ടും കുറേ റോ മെറ്റീരിയൽസ് വാങ്ങി. ഇനി ഇത് പ്രൊഡക്ഷനിലേക്ക് പോകും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ജനുവരി 1 വാങ്ങിച്ച റോ മെറ്റീരിയൽസിനകത്ത് വേണം എടുത്ത് കൊടുക്കാൻ. ആ മുദ്രനെ വിളിക്കുന്ന പേരാണ് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വാങ്ങിച്ച മെറ്റീരിയൽ ആദ്യം പോകണം. നമ്മൾ ആദ്യം വാങ്ങിച്ചു വെച്ചേക്കുന്ന റോ മെറ്റീരിയൽസ് വേണം ആദ്യം പ്രൊഡക്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വന്നത് ആദ്യം പോകണം. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത് എന്താ? ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ജനുവരി 1 വാങ്ങിച്ച റോ മെറ്റീരിയൽസ് അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചപ്പോൾ ജനുവരി 15. അപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്ഷൻ വരുമ്പം ജനുവരി 15 വാങ്ങിച്ച മെറ്റീരിയൽസാണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ അവസാനം വാങ്ങിച്ച മെറ്റീരിയലാണ് പ്രൊഡക്ഷന് വേണ്ടി ആദ്യം കൊടുക്കുന്നത്. ലാസ്റ്റ് വാങ്ങിച്ച റോ മെറ്റീരിയൽസ് നമ്മൾ ആദ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ലിഫോ. ആദ്യമേ വാങ്ങിച്ച റോ മെറ്റീരിയൽസ് തന്നെയാണ് ഇങ്ങനെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ മുദ്രനെ വിളിക്കുന്ന പേരാണ് എന്തോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ മെത്തേഡ് എപ്പോഴാണ് സൂറ്റബിൾ ആണെന്ന ചോദ്യം. ഫിഫോ മെത്തേഡ് ഈസ് ബെസ്റ്റ് സൂറ്റഡ് വെൻ പ്രൈസസ് ആർ ഫോളിങ്. പ്രൈസസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, മാർക്കറ്റിൽ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫേമിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഏതാണ്? ഫിഫോ മെത്തേഡാണ്. ആദ്യം വാങ്ങിച്ചതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആദ്യമേ കൊടുത്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് വാങ്ങിച്ചതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം പണ്ട് വാങ്ങിച്ചതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആദ്യമേ കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഫിഫോ. അപ്പോൾ പ്രൈസസ് ആർ ഫോളിങ്, പ്രൈസസ് താഴുമ്പോൾ, വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫേമിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പറ്റിയ മെത്തേഡ് ഏതാണ്? ഫിഫോ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പോൾ ഇവിടെ വേറെ ചോദ്യമുണ്ട്. പ്രൈസസ് ആർ റൈസിങ്, പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മെത്തേഡ് ഏതാണ്? ലിഫോ. പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കണം? ലിഫോ ഉപയോഗിക്കണം. ലാസ്റ്റ് വാങ്ങിയ മെറ്റീരിയൽസ് ആദ്യം കൊടുത്തു തീർക്കണം. പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ അപ്പോൾ ആ രണ്ട് കാര്യം ഓർത്തിരിക്കുക. പ്രൈസ് ഫാളിങ് ആണെന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ്? ഫിഫോ. പ്രൈസ് റൈസിങ് ആണെന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ്? ലിഫോ. അപ്പോൾ ഫിഫോ ലിഫോ എന്താണെന്ന് പറയണം? ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്നത് ആദ്യം പോകുന്നു. അടുത്ത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം വന്നത് ആദ്യം പോകുന്നു. അതാണ് ചോദ്യം.